Hello, welcome to Easy Tech Tutorials. Last video we discussed ഒരു HTML പേജ് റെൻഡർ ചെയ്യിക്കാനും HTML പേജ് റെൻഡർ ചെയ്യുമ്പോൾ HTML പേജിലേക്ക് വ്യൂ എന്നൊരു വാല്യൂ പാസ് ചെയ്യാനുമാണ് പഠിച്ചത്. ഇന്ന് നമുക്കിനി ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്ത് ഒരു ഫോം ക്രിയേറ്റ് ചെയ്ത് ഫോമിലെ വാല്യൂ എങ്ങനെ നമുക്ക് വ്യൂയിലേക്ക് എടുക്കാമെന്നും വ്യൂവിൽ നിന്ന് എങ്ങനെ അതൊരു വേരിയബിൾ ഒരു പേജിൽ ഡിസ്പ്ലേ ചെയ്യിക്കാമെന്നും നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ മൈ ആപ്പിൽ വരിക, ടെംപ്ലേറ്റ്സ് ഫോൾഡർ ഓപ്പൺ ചെയ്യുക, ക്രിയേറ്റ് എ ന്യൂ ഫയൽ. നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പേജാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. registration.html എന്ന് പറയുന്ന ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു. HTML ടാഗ് എഴുതി. HTML ടാഗിൽ എനിക്ക് രണ്ട് ഫീൽഡ്സ് വേണം. അപ്പോൾ ഒരു ഫോമാണ് വേണ്ടത്. സോ ഐ എം ക്രിയേറ്റിംഗ് എ ഫോം. ഫോമിൽ മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് മെത്തേഡാണ് എനിക്ക് വേണ്ടത്. സോ ഐ എം ജസ്റ്റ് ഗിവിങ് പോസ്റ്റ് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് കൊടുത്തു. ആക്ഷനിൽ ഇപ്പോൾ തൽക്കാലം ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഫോം ടാഗിനകത്ത് എനിക്ക് രണ്ട് ടെക്സ്റ്റ് ബോക്സസ് വേണം. ഒന്ന് ഇൻപുട്ട് ടെക്സ്റ്റ് നെയിം. ഞാൻ പറഞ്ഞത് എനിക്ക് നെയിമാണ് വേണ്ടത്. സോ ഐ എം ജസ്റ്റ് ഗിവിങ് നെയിം ഹിയർ. ഇവിടെയും ഞാൻ നെയിം തന്നെ കൊടുത്തു. പ്ലേസ് ഹോൾഡറായിട്ട് നമുക്ക് എൻ്റർ യുവർ നെയിം എന്ന് എഴുതാം. ഓക്കെ, എൻ്റർ യുവർ നെയിം. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് വേണ്ടത് ഇൻപുട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് തന്നെയാണ് വേണ്ടത്. ഇമെയിൽ ഐ ഡിയും നെയിം, ഇമെയിൽ, പാസ്വേഡ്, ഇത് മൂന്ന് കാര്യങ്ങൾ മാത്രം മതി എനിക്ക്. സോ ഇപ്പം നെയിം അല്ലെങ്കിൽ നെയിം ഇമെയിലും മാത്രം എഴുതാം. ഓക്കെ, ടെക്സ്റ്റ്. സോ ഇമെയിലാണ് വേണ്ടത്. സോ ഐ ക്യാൻ ഗിവ് ഇൻപുട്ട് ഇമെയിൽ, നെയിം ഈക്വൽ ടു ഇമെയിൽ, ഐ ഡി ഈക്വൽ ടു ഇമെയിൽ. ഇഫ് യു വോണ്ട് ടു പാസ്വേഡും കൂടെ വേണമെങ്കിൽ ഓക്കെ, പാസ്വേഡും കൂടെ എഴുതാം, നോ പ്രോബ്ലം. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു password, name equal to password, id equal to password. Okay, here also placeholder koduteka. What should id and out? Placeholder equal to enter your email. അങ്ങനെ മൂന്ന് ടെക്സ്റ്റ്, ഒരു ടെക്സ്റ്റ് ബോക്സ്, ഒരു ഇമെയിൽ ബോക്സ്, ഒരു പാസ്വേഡ്. ഇനി ഒരു സബ്മിറ്റ് ബട്ടണും കൂടെ എനിക്ക് വേണം. സോ ഐ എം ജസ്റ്റ് ഗിവിങ് ഇൻപുട്ട് സബ്മിറ്റ്, വാല്യൂ ഈക്വൽ ടു രജിസ്റ്റർ. എന്താ എൻ്റെ പർപ്പസ്? ഈ ടെക്സ്റ്റ് ബോക്സസിൽ എൻ്റർ ചെയ്യുന്ന വാല്യൂസിനെ എനിക്ക് വ്യൂവിൽ റിട്രീവ് ചെയ്യണം, വ്യൂവിലേക്ക് എനിക്ക് എടുക്കണം. വ്യൂവിൽ നിന്ന് അതിന് result.html എന്ന് പറയുന്ന ഒരു പേജിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പേരുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടാവണം. അത് വെച്ചിട്ടാണ് നമുക്ക് വിളിക്കുന്നത്. ഇവിടെ നെയിം കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ബോക്സിൻ്റെ നെയിമിന് നെയിം കൊടുത്തിരിക്കുന്നത് നെയിമെന്നും, ഇമെയിലിനും, പാസ്വേഡിനുമാണ് നെയിം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ നെയിംസ് ആണ് നമുക്ക് വ്യൂസിൽ യൂസ് ചെയ്യേണ്ടത്. സോ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. വ്യൂസ് എടുക്കുക, ഒരു വ്യൂ ഫംഗ്ഷൻ എഴുതാം. വ്യൂ എഴുതാതെ നമുക്ക് ഒരു പേജിനും റെൻഡർ ചെയ്യിക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഐ ആം ഗിവിങ് നെയിം ആസ് രജിസ്റ്റർ, റിക്വസ്റ്റ് കോളൻ. ആദ്യം എന്താ വേണ്ടത്? എനിക്ക് രജിസ്റ്റർ പേജ് ആദ്യം ലോഡ് ആവണം. രജിസ്റ്റർ പേജ് ലോഡ് ചെയ്താലാണ് അതിലെ വാല്യൂ ഫെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ഗിവിങ് റിട്ടേൺ റെൻഡർ. ഏത് പേജ് ലോഡ് ചെയ്യണം? റിക്വസ്റ്റ് കോമ register.html. ഫ്രീക്വൻ്റ് എല്ലാവരും വരുത്തുന്നൊരു മിസ്റ്റേക്കാണ്. ഈ HTML പേജിൻ്റെ പേര് കൊടുക്കുമ്പോൾ സിംഗിൾ കോട്ട്സ് ഇടാൻ വിട്ടുപോകും. സിംഗിൾ കോട്ട്സ് ഇടാൻ വിട്ടുപോയാൽ എറർ കിട്ടും. ഇത് കമ്പൽസറി ആയിട്ട് സിംഗിൾ കോട്ട്സിൽ തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ വ്യൂ കോൾ ചെയ്യുമ്പോൾ register.html റെൻഡർ ചെയ്യാനുള്ള കോഡ് നമ്മളിവിടെ എഴുതി. ഇതിന് കറസ്പോണ്ടിങ് ഒരു URL വേണം അല്ലേ? സോ മൈ ആപ്പിനകത്തുള്ള URLs എന്ന് പറയുന്ന ഫയലിൽ രജിസ്റ്റർ വ്യൂവിലേക്കുള്ള പാത്ത് സെറ്റ് ചെയ്യണം. സോ പാത്ത് രജിസ്റ്റർ. ഓർത്തിരിക്കാൻ എളുപ്പത്തിനാണ് എല്ലായിടത്തും സെയിം നെയിംസ് യൂസ് ചെയ്യുന്നത്. സ്ലാഷ് കൊടുക്കുക, ദെൻ കോമ views.register കോമ നെയിം ഈക്വൽ ടു രജിസ്റ്റർ. അപ്പോൾ വ്യൂ എഴുതി. ഇനി നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓൾറെഡി ഇറ്റ് ഈസ് റണ്ണിങ്. സോ ഇവിടെ വരിക, ഫോളോ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. എന്താ കൊടുക്കേണ്ടത്? രജിസ്റ്റർ. ടെംപ്ലേറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്, register.html. ഓക്കെ, നെയിം തെറ്റിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം.
views.pyയിൽ register.html, templates നമ്മൾ കൊടുത്തത് registration.html. So modify this as registration.html. സെയിം നെയിം തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ registration.html എന്നായിരുന്നു ഞാൻ ടെംപ്ലേറ്റ്സിൽ പേര് കൊടുത്തത്. അപ്പോൾ റിക്വസ്റ്റ് റെൻഡർ കൊടുക്കുമ്പോൾ registration.html എന്ന് തന്നെ കൊടുക്കണം. ഓക്കെ, ഫോളോ ലിങ്ക് രജിസ്റ്റർ. നമ്മുടെ രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ആൻഡ് ഹിയർ ഐ ആം ഗിവിങ് നെയിം. ഞാൻ ഇവിടെ നെയിം ജയാന്ന് കൊടുത്തു, ഇമെയിൽ ഐ ഡി jaya@gmail.com എന്ന് കൊടുത്തു, പാസ്വേഡ് 123 സെറ്റ് ചെയ്തു, ക്ലിക്ക് ഓൺ രജിസ്റ്റർ. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല, പക്ഷേ നമുക്കൊരു എറർ വന്നു. എന്താ എറർ വന്നിരിക്കുന്നത്? CSRF വെരിഫിക്കേഷൻ ഫെയിൽഡ്. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ ഡിജാങ്കോൻ്റെ സെക്യൂരിറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഡിജാങ്കോ നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ CSRF ടോക്കൺ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിനകത്ത് നമുക്ക് CSRF ടോക്കൺ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം അതാണ് ആദ്യം ചെയ്യേണ്ടത്. CSRF_token എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. യൂസ് ദ CSRF token കമാൻഡ്. നിങ്ങൾ ഒരു പേജ് റെൻഡർ ചെയ്യുമ്പോൾ സെക്യൂരിറ്റി പർപ്പസിന് ഡിജാങ്കോ ഹിഡൻ ആയിട്ടൊരു ടെക്സ്റ്റ് ബോക്സ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യും സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. അത് സെക്യൂരിറ്റി ചെക്കിങ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ CSRF ടോക്കൺ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. എപ്പോഴെങ്കിലും ഒരു ഫോം സബ്മിറ്റ് ബട്ടൺ ആണ് ഫോമിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ പോസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് CSRF ടോക്കൺ ചെക്ക് ചെയ്യും. സോ CSRF ടോക്കൺ കമ്പൽസറി ആയി ഫോമിൽ കൊടുത്തിരിക്കണം. അത് നമ്മൾ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ആ എറർ വന്നത്. സോ registration.html യു ഹാവ് ടു ഗിവ് CSRF ടോക്കൺ. HTML പേജിൽ എവിടെയെങ്കിലും നമുക്ക് ഡിജാങ്കോ കോഡ് എഴുതണമെങ്കിൽ ദ സിൻടാക്സിസ് curly braces 2% ഉള്ളിൽ എഴുതുക. ഇൻ ബിറ്റ്വീൻ യു ക്യാൻ റൈറ്റ് ദ കോഡ്. ഇവിടെ എന്താ എഴുതേണ്ടത്? CSRF_token. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ആ എറർ പിന്നെ ഉണ്ടാവില്ല. സേവ് ചെയ്യുക. നമുക്കൊന്ന് ക്വിറ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ എടുക്കാം. Ctrl+C കൊടുത്ത് ഞാൻ ഇതിനെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഒന്നും കൂടെ നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഒന്നും കൂടെ സെർവറിനെ റൺ ആക്കാം. python manage.py റൺ സെർവർ. അപ്പോൾ നമ്മുടെ സെർവർ ഇപ്പോൾ വീണ്ടും റൺ ആവും. സെർവർ റണ്ണിങ്ങിലായി. ഫോളോ ലിങ്ക് ക്ലിക്ക് ചെയ്തു. ഹിയർ രജിസ്റ്റർ എന്നാണ് URL സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ രജിസ്റ്റർ എന്ന് തന്നെ കൊടുക്കണം, രജിസ്ട്രേഷൻ എന്ന് കൊടുക്കരുത്. രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എൻ്റെ HTML പേജിൻ്റെ പേരാണ്. URL എപ്പോഴും കൊടുക്കേണ്ടത് URL സ്പെസിഫൈ ചെയ്തിരിക്കുന്ന പേരാണ്. ഇത് നമ്മുടെ ബ്രൗസറിൻ്റെ URL ആണ്. ഇവിടെ സ്പെസിഫൈ ചെയ്യേണ്ടത് URL നിങ്ങൾ കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, സോ ജസ്റ്റ് ഗിവ് രജിസ്റ്റർ. ഞാനിവിടെ നെയിം സെറ്റ് കൊടുത്തു, ഇമെയിൽ സെറ്റ് കൊടുത്തു @gmail.com. ഒന്നും ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടില്ല, പേജ് റെൻഡർ ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് എറർ വന്നില്ല. എന്തുകൊണ്ടാണ്? CSRF ടോക്കൺ ഒക്കെ സെറ്റ് ചെയ്തു, റൂൾസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. ക്ലിയർ? ഇനി എന്താ വേണ്ടത്? നമുക്ക് registration.html റെൻഡറായി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ടെക്സ്റ്റ് ബോക്സസിലെ വാല്യൂസിനെ എനിക്ക് ഫെച്ച് ചെയ്തെടുക്കണം. അപ്പോൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ആയോ ഇല്ലയോ എന്ന് അറിയണ്ടേ നമുക്ക്? പോസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ചെക്ക് വെദർ ദ ഫോം ഈസ് പോസ്റ്റഡ് ഓർ നോട്ട്. പോസ്റ്റഡ് ആയാൽ തിരിച്ചത് ഇവിടെ തന്നെ വരും. ഇവിടെ വരുമ്പോൾ യു ഹാവ് ടു ചെക്ക് വെദർ request.method equal to post. request.method post ആണോ? പോസ്റ്റ് ആണെങ്കിൽ ദ മീനിങ് ഇസ് ഫോം ലോഡായി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് കൺട്രോൾ തിരിച്ചിവിടെ വന്നിരിക്കുന്നത്. അതാണ് അർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഫെച്ച് ദ വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെയിമിലേക്ക് നെയിമിൻ്റെ വാല്യൂ ഫെച്ച് ചെയ്യാം. സോ യു ക്യാൻ ഗിവ് request.post.get വിതിൻ ദ ബ്രാക്കറ്റ്. ഇവിടെ ഞാൻ ആ ടെക്സ്റ്റ് ബോക്സിൽ കൊടുത്ത പേര് കൊടുക്കണം. നെയിം എന്നാണ് ഞാൻ ടെക്സ്റ്റ് ബോക്സിൽ നെയിം കൊടുത്തത്. യു ക്യാൻ ചെക്ക് വൺസ് മോർ. കണ്ടോ, ഇവിടെ ഞാൻ നെയിം കൊടുത്തിരിക്കുന്നത് നെയിമെന്നും, ഇമെയിലിനും, പാസ്വേഡ് എന്നുമാണ് നെയിം കൊടുത്തിരിക്കുന്നത്. ആ പേരുകൾ തന്നെ വേണം ഇവിടെ കൊടുക്കാൻ. ഓക്കെ, സോ ഫോർ ഇമെയിൽ ഈക്വൽ ടു, ഇവിടെയും ഞാൻ നെയിം ഈക്വൽ ടു ഇമെയിൽ ഈക്വൽ ടു സെയിം നെയിം യൂസ് ചെയ്ത് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. യു ക്യാൻ യൂസ് എനി നെയിം, പക്ഷേ അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നതാണ് ഈസി, ഓർത്തിരിക്കാൻ എളുപ്പം. ഒത്തിരി ഫീൽഡ്സ് വരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഓക്കെ, പാസ്വേഡ് ഗെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പാസ്വേഡ് ഈക്വൽ ടു കൊടുത്തു request.post.get.
ഗെറ്റ് പാസ്വേഡ്. സോ അപ്പോൾ നമ്മൾ പാസ്വേഡും ഗെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് 3 വാല്യൂസും കിട്ടി. ഇനി എന്താ വേണ്ടത്? എനിക്ക് പുതിയൊരു HTML പേജിലേക്ക് ഇതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ എല്ലാം കിട്ടിയോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം അല്ലേ? പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ടെർമിനലിൽ ഡിസ്പ്ലേ ചെയ്ത് കാണാമല്ലോ. സോ യു ക്യാൻ ജസ്റ്റ് ഗിവ് പ്രിന്റ് നെയിം, പ്രിന്റ് ഇമെയിൽ. നമുക്ക് അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം വരുന്നുണ്ടോ ഇല്ലയോ, എന്നിട്ട് അത് എൻ്റർ ചെയ്താൽ മതി അടുത്ത പേജ്. ഓക്കെ, സോ പാസ്വേഡ് കൊടുത്തു. ഇപ്പോഴും ഇത് റണ്ണിങ് ആണ്, പ്രോബ്ലം ഒന്നുമില്ല, എറർ ഒന്നുമില്ല, അതുകൊണ്ട് റണ്ണിങ് ആണ്. അതുകൊണ്ട് റണ്ണായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. സോ പേജിൽ വരാം, ഒന്നുകൂടെ ജസ്റ്റ് റിഫ്രഷ് ചെയ്യാം. ഐ എം ജസ്റ്റ് ഗിവിങ് ദ നെയിം ആസ് ജയ ഇറ്റ്സ് jaya@gmail.com, പാസ്വേഡ് 123. രജിസ്റ്റർ ബട്ടൺ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ആൻഡ് സി നമ്മുടെ ഇവിടെ ആ വാല്യൂസ് എല്ലാം ഫെച്ച് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ ഇത് വർക്കിംഗ് ആണ് അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ടെർമിനലിൽ ആ റിസൾട്ട് ഇവിടെ കാണാൻ പറ്റിയത്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഒരു ഫോർമുല വാല്യൂ നമ്മൾ വ്യൂവിലേക്ക് എടുക്കുന്നത്. വ്യൂവിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി ഫോർമുല വാല്യൂ വേറെ വഴിയില്ല. നമുക്ക് വ്യൂവിൽ നിന്നാണ് ഫോം റെൻഡർ ചെയ്യിക്കുന്നത്, വ്യൂവിൽ നിന്നാണ് വാല്യൂ ഫോമിലേക്ക് പാസ് ചെയ്യുന്നത്. ഫോമിൽ നിന്ന് വാല്യൂ നമുക്ക് കോഡിങ്ങിൽ ബിസിനസ് ലോജിക്കിൽ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോമിൽ നിന്ന് വാല്യൂ വ്യൂവിൽ തന്നെ ഫെച്ച് ചെയ്യണം. മനസ്സിലായോ? ഇവിടെ നിന്നാണ് വ്യൂവിൽ നിന്നാണ് എല്ലാം പോകുന്നത്. വിത്തൗട്ട് വ്യൂ ഒന്നും സംഭവിക്കില്ല. ബിസിനസ് ലോജിക്ക് എല്ലാം വ്യൂവിൽ തന്നെയാണ് എഴുതേണ്ടത്. എൻ്റെ പ്രോഗ്രാമിംഗ് ലോജിക്ക് കംപ്ലീറ്റ് ഞാൻ എഴുതുന്നത് വ്യൂവിലാണ്. ക്ലിയർ? അപ്പോൾ ഇനി എന്താ നമുക്ക് വേണ്ടത്? റിസൾട്ട് പേജിൽ ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം അല്ലേ? അപ്പോൾ അതിന് നമുക്ക് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാം. ടെംപ്ലേറ്റ്സിൽ result.html എന്ന് പറയുന്നൊരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാം. ഈ result.html ഇതെല്ലാം ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വ്യൂസ് ഇന്ന് result.html റെൻഡർ ചെയ്യണം. So you have to give a return render within the bracket, how to give request comma result.html. സോ അപ്പോൾ result.html റീഡയറക്റ്റ് ആവും. നമുക്ക് നോക്കാം റീഡയറക്റ്റ് ആവുന്നുണ്ടോ എന്ന് ഫസ്റ്റ്, അത് കഴിഞ്ഞ് ബാക്കി നോക്കാം. സോ അപ്പോൾ ഞാനിവിടെ വന്നു, നെയിം കൊടുത്തു, jaya@gmail.com എന്ന് കൊടുത്തു, വാല്യൂ പാസ്വേഡ് 123 എന്ന് കൊടുത്തു, രജിസ്റ്റർ ചെയ്തു. ഓക്കെ, രജിസ്റ്റർ ചെയ്തപ്പോൾ അത് result.html പോയില്ല. return render request comma result.html. result.html നമ്മളൊന്നും എഴുതിയിട്ടില്ല. result.html will write something എന്നല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. result.html റെൻഡർ ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റാതിരുന്നത് ഇവിടെ ഒന്നും കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ സിംപ്ലി നമുക്കൊരു കണ്ടന്റ് ഇവിടെ കൊടുക്കാം, റിസൾട്ട് പേജ്, ആൻഡ് then I will check. So it is displaying result page. അപ്പോൾ റിസൾട്ട് പേജിലായിരുന്നു അത് നിന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. jaya@gmail.com 123 register. So you are going to result page. അപ്പോൾ ഇനി റിസൾട്ട് പേജിൽ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യിക്കാം. റിസൾട്ട് പേജിൽ വാല്യൂ ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ വ്യൂ ഇന്ന് വാല്യൂ പാസ് ചെയ്യണം. അപ്പോൾ result.html പോകുമ്പോൾ ഈ നെയിമും ഇമെയിലും പാസ്വേഡ് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ട, നമുക്ക് നെയിമും ഇമെയിലും പാസ് ചെയ്യണം. സോ അപ്പോൾ ഡിക്ഷണറി ആയിട്ട് തന്നെ പാസ് ചെയ്യാം. ഇവിടെ നമ്മൾ നെയിം, ഈ നെയിം എന്ന് കൊടുത്തു, കോളൻ, നെയിമിൻ്റെ വാല്യൂ പാസ് ചെയ്യണം. സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് ഒരു ഡിക്ഷണറിയിൽ നമുക്ക് എത്ര വാല്യൂ വേണമെങ്കിലും കൊടുക്കാം അല്ലേ? കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് എത്ര വേണമെങ്കിലും കൊടുക്കാം. യു ക്യാൻ ജസ്റ്റ് ഗിവ് ഇമെയിൽ കോളൻ ഇമെയിൽ. അപ്പോൾ result.html പാസ് ചെയ്യുമ്പോൾ നെയിമും ഇമെയിലും പാസ് ചെയ്യും. ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യിക്കണം അല്ലേ? സോ result.html ഞാനിവിടെ നെയിം കോളൻ, 2 സ്ക്വയർലി ബ്രേസസ് ഇടുക, ജസ്റ്റ് ഗിവ് നെയിം, ഒരു ബ്രേക്ക് ഇട്ട് കൊടുത്തേക്കാം. നെക്സ്റ്റ് ലൈനിൽ ഇമെയിൽ കോളൻ, ജസ്റ്റ് ഗിവ് ഇമെയിൽ. ഫിനിഷ്ഡ്. നൗ അഗെയിൻ വി വിൽ ട്രൈ. ഇപ്പോഴും നമ്മുടെ പ്രൊജക്റ്റിന് കുഴപ്പമൊന്നുമില്ല, റണ്ണിങ്ങിലാണ്, നോ ഇഷ്യൂസ്. സോ യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു അവർ പേജ്. രജിസ്റ്റർ പേജ് ലോഡ് ചെയ്യിക്കുക. ഞാനിവിടെ നെയിം കൊടുത്തു, jaya@gmail.com, password 123, register. So it is displaying name as Jaya and email as jaya@gmail.com. Clear ആയല്ലോ?
ഇങ്ങനെയാണ് ഒരു പേജ്, ഒരു ഫോമിലെ വാല്യൂ വ്യൂയിലേക്ക് ഫെച്ച് ചെയ്യുന്നു, സെയിം വേ വ്യൂയിൽ നിന്ന് വാല്യൂ ഫോമിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നു. I think it is clear now. We will see with the next video for storing data to a database. Okay, till then bye. Thank you.